1987 ഒക്ടോബർ 1 അമേരിക്കയിലെ ഒരു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞ് പിറന്നു. ഡോക്ടർ പിതാവിന്റെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു. ആ കുഞ്ഞിനെ കണ്ട അയാൾ ഞെട്ടി. കാരണം ആ കുഞ്ഞിന് 2 കാലുകളുമില്ല. ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ട. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അയാൾ ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ചു. ശേഷം മറ്റൊരു കുടുംബം ആ പെൺകുഞ്ഞിനെ ദത്തെടുത്തു. അവൾക്ക് അവർ ജെന്നിഫർ എന്ന് പേരിട്ടു. അവൾക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതൽ അവളുടെ വളർത്തുപിതാവ് അവളെ പറഞ്ഞു പഠിപ്പിച്ചു, എനിക്ക് പറ്റില്ല എന്ന് ഒരിക്കലും പറയരുത്. അത് അവൾക്ക് ആത്മവിശ്വാസം പകർന്നു. ശേഷം 13ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി ടിവിയിൽ ഒരു ജിംനാസ്റ്റിക് പ്രകടനം കാണുകയാണ്. അങ്ങനെ അവൾ ഒരു ജിംനാസ്റ്റിക് സ്കൂളിൽ ചേർന്ന് പരിശീലനം തുടർന്നു. പിന്നീട് 1998 നടന്ന ജൂനിയർ ഒളിമ്പിക്സിൽ ജെന്നിഫർ സ്വർണ്ണ മെഡൽ നേടി. ജിംനാസ്റ്റിക്സ് കൂടാതെ മോഡലിംഗ്, ടെലിവിഷൻ അവതരണം, പ്രചോദനാത്മക പ്രഭാഷണം എന്നീ മേഖലകളിലും അവൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അവരുടെ ആത്മകഥയ്ക്ക് ഒന്നും അസാധ്യമല്ല എന്നാണ് പേര്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പുസ്തകങ്ങളുടെ പട്ടികയിൽ ഈ പുസ്തകവും ഉണ്ട്.